യെസ്, അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ്സിലെ ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ ക്വസ്റ്റ്യൻ. യെസ്, ഇതാണ് മക്കളെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഗ്രീൻ എടുക്കാം കേട്ടോ, ഗ്രീൻ നല്ല രസല്ലേ. കോണിന്റെ റേഡിയസ്, കോണിന്റെ റേഡിയസിന് റേഡിയസ് എന്നാണ് പറയുക. 12 എഴുതി വെക്ക്. കോണിന്റെ റേഡിയസിന് റേഡിയസ് എന്നാ പറയാ. പിന്നെ റേഡിയസിന് വേറെ എന്താ പറയാ? സിമ്പിൾ. പക്ഷേ ഇതാണ് ട്വിസ്റ്റ്. സർക്കിളിന്റെ റേഡിയസിനെ എന്താ പറയാ? സ്ലാൻഡൈറ്റ് എന്നാ പറയാ. സർക്കിളിന്റെ റേഡിയസിന് എന്താ പറയാ? സ്ലാൻഡൈറ്റ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കാണുമ്പോഴേക്കും ചില ആളുകൾ രണ്ടും റേഡിയസ് 12 റേഡിയസ് 20 എഴുതി വെക്കും. ഇതോടുകൂടി ക്വസ്റ്റ്യൻ ആകെ പോകും. മനസ്സിലായോ? ഇവിടെ മനസ്സിലാക്കേണ്ടത് കോണിന്റെ റേഡിയസിനെ 12 എന്ന് എഴുതുക, സെക്ടറിന്റെ റേഡിയസിനെ L എന്നും എഴുതുക. സെൻട്രൽ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ എല്ലാ ആളുകളും എഴുതി വെച്ചോളൂ. എന്താണ് സെൻട്രൽ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ? x by 360 is equal to R by L. സിമ്പിൾ ആണോ? x എന്ന സ്ഥലത്ത് x എന്ന് തന്നെ എഴുതുക. 360. മക്കളെ R എന്ന സ്ഥലത്ത് എന്തെഴുതണം? 12. സിമ്പിൾ. R എന്ന സ്ഥലത്ത് 12. L എന്ന സ്ഥലത്ത് എന്തെഴുതണം? 20. Then you know cross multiplication. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സിമ്പിൾ ആണ്. ഇതാ മുകളിൻറ്റു അടി. ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് വന്നിരുന്ന എക്സാമിന്, എന്നിട്ട് പോലും ചെയ്യാൻ പറ്റിയില്ല. ഇതാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 20 into x എന്ന് പറഞ്ഞാൽ 20x. ക്ലിയർ ആണോ? അടുത്ത പറയാം. 360 into 12. ബുദ്ധിമുട്ടില്ലല്ലോ. ആ ഇൻറ്റു ഇല്ലത് ഇങ്ങോട്ട് വരുമ്പോ എന്താ വരിക? ഡിവൈഡഡ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 360 into 12 by 20. ക്ലിയർ ആണോ? ഒന്നുമില്ല. ഇൻറ്റു 20 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? ഡിവൈഡഡ്. സോ കട്ട് ചെയ്തോളൂ. എങ്ങനെ കട്ട് ചെയ്യാം? 0 0. 0 അപ്പം അങ്ങോട്ട് അങ്ങോട്ട് കൊല്ലുക. ബുദ്ധിമുട്ടുണ്ടോ? അടുത്ത് 36നെയും 12നെയും കട്ട് ചെയ്യാം. എത്രയാണ് 36 by 12? പറടാ. 36ന്റെ പകുതി എത്രയാണ്? 18 അല്ലെ? 36ന്റെ പകുതി 18. 18 into 12 ചെയ്താൽ ആൻസർ കിട്ടും. വേഗം ചെയ്ത് നോക്ക്. 18 into 12 ചെയ്താൽ ആൻസർ കിട്ടും. 18 into 12 എത്രയാണ്? 216. ഇവിടെ മുകളിൽ ഒരു സുനാപ്പ് ഇട്ട് കൊടുക്കുക. അതിന്റെ പേരാണ് ഡിഗ്രി. 216 ഡിഗ്രി. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഇതിലുണ്ട്. സിമ്പിൾ ആണ്. കർവ്ഡ് സർഫസ് ഏരിയ. എന്താ മക്കളെ കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ? എന്താണ്? CS കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ഇൻറ്റു എന്ന് മാത്രമല്ല, ബാക്കി പറയാം. പൈ ഇൻറ്റു R ഇൻറ്റു L. ഇക്വേഷൻ ഇതാണ്. പൈ ഇൻറ്റു R ഇൻറ്റു L. എല്ലാം തന്നിട്ടുണ്ട്. പൈ എന്നുള്ളിടത്ത് എന്തെഴുതണ്ട്? പൈ തന്നെ എഴുതുക. അവിടെ ഉണ്ടാക്കി ഒന്നും എഴുതരുത്. പൈ തന്നെ എഴുതാം. R എന്ന സ്ഥലത്ത് എന്തെഴുതണം? 12. L എന്ന സ്ഥലത്ത് എന്തെഴുതണം? 20. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാത്ത ആളുകൾക്കാണ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. 12 ഉണ്ട് ഇവിടെ. 12നും 2നും മൾട്ടിപ്ലൈ ചെയ്യാം. 12 into 2 എത്രയാണ്? 24. അവിടെ ഒരു 0 പെൻഡിങ് ഉണ്ട്. ആ 0 ഇട്ട് കൊടുക്കുക. പൈ. ഇതിനാണ് 4 മാർക്ക്. സിമ്പിൾ ആണോ? യെസ്. നേരെ മനസ്സിലായില്ലേ?